ഹലോ ഗൈസ്, നമ്മൾ നാളെ ഗുരുവായൂർ പോവാണ്. അപ്പൊ ഇതൊരു ഫുൾ വ്ലോഗാണ് ഗൈസ്, എല്ലാരും ഫുള്ള് കാണണം. നാളെ ട്രെയിനിൽ കയറുന്നിട്ട് നിങ്ങളെ വീഡിയോ എടുക്കുന്ന. ഇപ്പൊ സമയം കുറച്ച് 11:57 ആയിട്ടുണ്ട്. അല്ലെങ്കിലും ഇങ്ങനെ രാവിലെ എഴുന്നേക്കണ്ടേ. എപ്പോഴും ഫോൺ കണ്ട് അമ്മയാണെങ്കിൽ അതുകൊണ്ട് 2 മണിയായാലും അറിയത്തില്ല. അപ്പൊ നമ്മള് രാവിലെ ബാക്കി അപ്പൊ നമ്മളെന്തായാലും ആലപ്പുഴ തന്നെ ട്രെയിൻ. അപ്പൊ നമ്മളവിടെ ബാക്കി വ്ലോഗെല്ലാം എടുക്കുന്നതാണ്. എല്ലാരും ഉണ്ട് കേട്ടോ, അമ്മയും അപ്പായും അവളുടെ ചേച്ചിയും എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് രാവിലെ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഹലോ ഗൈസ്, നമ്മളപ്പം ഗുരുവായൂർ പോവാണ്. ഇപ്പം രാവിലെ ടൈം എത്ര ആയിരുന്നു നോക്കട്ടെ, 5:41. നമ്മളെല്ലാവരും കൂടെ ഗുരുവായൂരോട്ട് പോവാണ്. നമ്മുടെ അഞ്ജന ചേച്ചിയൊക്കെ വരുന്നുണ്ട്. അഞ്ജന ചേച്ചിയുടെ അരങ്ങേറ്റമാണ് ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പം അമ്മ അങ്ങോട്ട് പോവാണ്. അത്രയ്ക്ക് തെളിച്ചൊന്നുമില്ല, കാണാനൊന്നും പറ്റുന്നില്ല, ലൈറ്റില്ല, അപ്പോൾ വെട്ടമില്ല. അപ്പോൾ പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞ് കാണാം. 6 മണിയാകുമ്പോൾ ഇവിടെ ഓട്ട വരും. അതിനാണ് ആവിയാണെങ്കിൽ അതേപോലെ നമ്മൾ ബസ്സിലാണ്. ബസ് കിട്ടി, നമ്മൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണാം. ഇപ്പം ഞാൻ ഗൈസ് ഇവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആര്യന്തതയൊക്കെ ഫുള്ള് റെഡി ആവാനുണ്ട്. അപ്പം ഇതാണ് ആമിയുടെ കിറ്റ്. ആര്യന്റെ ആമി സെയിം. ഞാൻ തിരിച്ചു വരുമ്പോൾ മഞ്ഞിടാനാണ് ഇവിടെ ഇന്നത്തെ ഉണ്ട്. ഈ എന്തുവാണ്, ഭയങ്കര തണുപ്പാണ്. വേനൽ മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ ആമി അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഞാനിപ്പോഴാണ് ഫുള്ളായിട്ട് റെഡി ആയത്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകാൻ പോകണം. ആമിയെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആമി ഫുള്ളായിട്ട് റെഡിയായി. വിളിച്ചു വരുന്നത് കാഴ്ച കാണാൻ കഴിയുന്നു തണിയോട് നിന്ന്. അപ്പം നമ്മൾ കാവിലോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം അപ്പം നമ്മൾ അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ്. കണ്ടോ ഗൈസ്, സൂര്യൻ ചേരുന്നത് നമ്മൾ അമ്പലത്തിലേക്ക് കാണാൻ പോകുന്നു. ആമി ഇവിടെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇവിടെ നിൽക്കുവാണ്. ഇവിടെ ഒരു മൈക്കുണ്ട്, അതുകൊണ്ട് സൗണ്ടൊന്നും അത്ര കേൾക്കില്ല. ബസ് വന്നിട്ടില്ല. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആമി കണ്ടോ ബസ്സിലൊക്കെ പറയുന്നുണ്ട്. രജനിയമ്മയും അമ്മയും ഉണ്ട്. നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലും. പിന്നെ അവിടെ വെച്ചാണ് അവരെ കാണുന്നത്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളൊരു കോളേജിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്.
ജനശതാബ്ദിയിലാണ് പോണത്. ജനശതാബ്ദി ആലപ്പുഴ to ഒരു ട്രെയിൻ വരുന്നു, വെറിച്ചിരിക്കുന്നു. നമ്മളിവിടെ മാത്രം, നമ്മുടെ കൂടെ വരുന്നവരൊന്നും കാണുന്നില്ല. ആ ട്രെയിനിൽ പോയി ഗൈസ്. ആര്യൻ്റെ ഋതുവിനും അഹല്യയ്ക്കും വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോയി. ഇതേ ഓമന വെറിച്ച് നിൽക്കുന്നു. അപ്പൊ ഗൈസ് ഇവരെല്ലാം ഇവളെന്തോ എല്ലാരും വരുന്നു ഗൈസ്. എന്താണ് ഇവക്ക് എല്ലാരും നിൽക്കുന്നു ഗൈസ്. നമ്മൾ ദുബായി പോയി. യെസ് യെസ്, വട്ടത്തര മാത്രമേ വിളിച്ചു പറയത്തു. നമ്മൾ ദുബായി പോവുകയാണ്. ട്രിപ്പ് പോവാണ്. നിങ്ങൾ ദുബായി പോവാണ്. അപ്പൊ കൊറേ ആൾക്കാരുണ്ട്. നമ്മുടെ പുറകില് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് വേദികെട്ടൊക്കെ പോകാം ഗൈസ്. അവിടെ അവിടെ ചെന്നിട്ട് ബാക്കി വ്ളോഗാണ്. പോയിട്ട് ബാക്കി വിശേഷമുള്ള വ്ളോഗ് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ജനശതാബ്ദി കയറി. ഇതാണ് ഗൈസ് നമ്മൾ കയറിയ ട്രെയിൻ. ധോണിയുടെ ഈ സവരല്ലാണ് ഇരുന്നത്. ആസ്ത എൻ്റെ സീറ്റും കഴിഞ്ഞ് ഒരു സീറ്റ് മുന്നിലായിരുന്നത്. അമ്മയുടെ കൂടെ, എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നത് അവള്. അപ്പം ഇവരെല്ലാം ഇവിടെ ഓരോ പണിയിലാണ്. അവരെല്ലാം അങ്ങോട്ട് പോകുന്നു, കൈ കഴുകാൻ പോണു. കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഫ്രണ്ടിൽ ആസ്ത എല്ലാ കാഴ്ചകളൊക്കെ കാണുവാണ് ട്രെയിനിൽ. ജനശതാബ്ദി തൃശ്ശൂർ വരെയായിരുന്നു ഗൈസ്. ഇത് വേറെ ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇനി ഗുരുവായൂരോട്ടാണ് എല്ലാവരും അവിടെ ഇരുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഗൈസ് അമ്മയും പിന്നെ സിന്ധമ്മയും കുഞ്ഞമ്മയും അപ്പായും എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ അവർ പോയി പുറകിരുന്നു. സാരിതയും ഭയങ്കര റിച്ചിയും അഹല്യയും എല്ലാം കൂടെ സൈഡിൽ ഞാൻ മാത്രമുള്ള. പിന്നെ ഇവിടെ രണ്ടെണ്ണം ഡാൻസ് കളിക്കുന്നുണ്ടോണം ഗൈസ്. അവിടെ ചന്ദ്രചൂട് കളിക്കുന്നുണ്ടോണം. ഇവരുടെ ഡാൻസ് ആണ്. ഇവിടെ ഞങ്ങൾ രണ്ട് ചുമ്മാ ഇരിക്കുന്നു. ഇനി മേലൊക്കെ കഴുകാം. അപ്പൊ നമുക്ക് റൂമൊക്കെ എല്ലാം കാണിച്ചു തരാം. ജസ്റ്റ് ഞങ്ങളുടെ വ്ളോഗ് ഫുള്ള് നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതൊരു AC ഉള്ള റൂമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹാള്. ഇവിടെ ഈ ഹാളില് ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്. പിന്നെ കൂടാതെ റൂമിൽ 2 ബെഡുണ്ട്. ഇവളുമാരൊക്കെ എങ്ങനെയാണ് എപ്പോഴും കിടന്ന് പറയും. നമുക്കിനി കുറച്ച് നേരം സോഫയിലിരിക്കാം. അതാ. അപ്പോൾ ഇവിടെ മീനാക്ഷി ഉണ്ട്, ഇവിടെ ആസ്തയുണ്ട്, ഇവിടെ ധ്വനിയുണ്ട്. ഇത് വൈബ് റൂമാണ്. ഇതേ നമുക്ക് കഥ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മൾ കഥ തുറന്നാൽ ഇത് കഥ അടയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ നമ്മുടെ റൂം കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് റൂമിൽ അവളുമാർ 3 ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ മാറിയതാണ്. അപ്പോൾ നമുക്ക് കർട്ടൻ മാറ്റി വെക്കാം ഗൈസ്. കർട്ടൻ മാറ്റുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ നല്ല വെട്ടം അടിക്കുന്നുണ്ട്. പിന്നെ അമ്മ എന്തോ വിളിച്ചായിരുന്നുണ്ട്. അപ്പം അവളുമാർ നമുക്ക് എന്തെടുക്കാം നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് അവളുമാരെല്ലാം അവിടെ ഇരുന്ന് ഫോൺ കാണുവാണ്.
അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഗൈസ് അവിടെ 3 പേര് ഇരിക്കുന്നു. എൻ്റെ ഇടയ്ക്ക് വായി പഠിക്കാൻ നമ്മൾ റീലൊക്കെ എടുത്തായിരുന്നു ഗൈസ്. പിന്നെ എല്ലാ റീലും നിങ്ങൾ കാണണം. ഞാൻ കുറച്ച് ചന്ദ്രചൂഡയുടെ റിയൽ വീഡിയോ കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഫുള്ളായിട്ട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ഗൈസ്. അപ്പോൾ പിന്നെ ഗൈസ് ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ സുന്ദരധര വിരാഗധര സുന്ദരധര വിരാഗധര ഗംഗാധര ഗജ ചർമാംബരധര. ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഒരു എന്താണ് ഒരു രാത്രിയിലെ ഒരു ഇതാണ് കാണിക്കാൻ പോകുന്നത്. ഇതാ 2 ഇവിടെ കിടന്ന് ഫോൺ കാണുന്നുണ്ട്. ഇവിടെ ഒരാൾ ഇരിക്കുന്നു, ഇവിടെ എൻ്റെ അനിയത്തി ഇരിക്കുന്നു. ഇതൊരു യൂട്യൂബറാണ്. പിന്നെ ഇവിടെ ഒരു അമ്മമാരൊക്കെ 4 പേര് 4 അമ്മമാരുണ്ട് ഗൈസ്. ഇവിടെ ഇവർ സെറ്റ് സാരിയുടെ പണിയിലാണ്. ചന്ദ്രചൂട് എടുക്കാം. അപ്പോൾ നമ്മുടെ റീലൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് എടുക്കും ഗൈസ്. ലൈക്ക് അടി സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ചേച്ചി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിലെത്തിയിട്ടായിരുന്നു ചേലങ്ക കെട്ടിയത്. അപ്പം അവിടെ നിന്ന് കിട്ടാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റേജിൽ എത്തിയിട്ടാണ് കെട്ടിയത്. അപ്പം എല്ലാവരും അങ്ങനെ വരിയായിട്ട് നിൽക്കുവാണ്. അപ്പം ഞങ്ങളുടെ ഡാൻസിന് 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് കെട്ടിത്തരണമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ടൈം വന്നപ്പം ടീച്ചർക്ക് സെലക്ട് തരുമായിരുന്നു. പിന്നെ ഇത് ഗുരുവായൂർ മേൽബത്തൂർ ഓഡിറ്റോറിയമാണ് ഗൈസ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ചന്ദ്രചൂഡ ശിവശങ്കര. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അരങ്ങിട്ടൊക്കെ മുറി വന്നിട്ടുണ്ട്. നമ്മളെല്ലാം അയച്ചുകൊണ്ടിരിക്കുവാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തു ഗൈസ്. നമുക്ക് ഫുൾ അയച്ചിട്ട് വരാം. എല്ലാ കോസ്റ്റ്യൂമൊക്കെ അയച്ചു ഗൈസ്. ഇവിടെ ചിലരൊന്നും അയച്ചിട്ടൊന്നുമില്ല. ഇവള് മേക്കപ്പ് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ പേര് നടപ്പന്തലിലോട്ട് പോയി. നമ്മളിവിടെ നിൽക്കുന്നു, പോകാൻ പോകുന്നു. ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ഹൗസ്. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം ഗൈസ്. ആമി ഋതു ഇരിക്കുന്നു, രജനി അമ്മ ഇരിക്കുന്നു, ഓമന അമ്മ, അപ്പ, അവിടെ സിന്ധു അമ്മ ഇരിപ്പുണ്ട്, അഹല്യ അമ്മ, എല്ലാവരും ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ ആമിയുടെ എക്സ്പ്രഷൻസ്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചതെന്നും എല്ലാം. ഇന്ന് നമുക്ക് സമയമില്ല, നമ്മൾ ട്രെയിനിലാണ് നിൽക്കുന്നത്. ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. ഇത് കളമശ്ശേരിയാണ്. ഇതാ കണ്ടോ, കളമശ്ശേരി. ട്രെയിൻ വിടുവാണ്. ഇപ്പൊ ഇത്തിരി നീങ്ങുന്നുണ്ട്. ഇപ്പൊ കുറച്ചിങ്ങനെ നീങ്ങിയിട്ടുണ്ട്. ഇതാണ്, ഇതൊരു പൊട്ട ട്രെയിനാണ് കണ്ടത്. അത് ഒരു പൊട്ട ട്രെയിൻ. അത് അവിടെ കിടക്കണുണ്ട്. അത് ചെയ്യാൻ വെച്ചിരിക്കുന്ന ട്രെയിനാണെന്ന്. ഞങ്ങള് കുറച്ചും കൂടി അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.